നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2, 2026 തിങ്കൾ. അങ്ങനെ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഫലമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. യുദ്ധം എന്ന കാരണത്തിന് പുറമെ മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുകയും തുടർന്ന് ഒരു പരിധിവരെ നഷ്ടപ്പെട്ട പോയിന്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാനും ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ സെൻസെക്സിൽ 1700 പോയിന്റുകളുടെ ഗ്യാപ് ഡൗണോട് കൂടിയും ബാങ്ക് നിഫ്റ്റിയിൽ 1500 പോയിന്റുകൾക്ക് അടുത്ത് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടും വ്യാപാരം ആരംഭിച്ചപ്പോൾ നിഫ്റ്റിയിലും 550 പോയിന്റുകളുടെ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം 24,603 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിനെ ശക്തിയാർജിക്കുവാൻ സാധിച്ചെങ്കിലും 24,989 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 312 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,865 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1048 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 80,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് 689 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 541 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,419 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. L&T, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അദാനി പോർട്സ്, ജിയോ ഫൈനാൻഷ്യൽ, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, സൺഫാർമ, ONGC, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം ഫെബ്രുവരി മാസത്തെ മികച്ച ഓട്ടോ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്തെങ്കിൽ കൂടിയിട്ടും ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് 3% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. അതേസമയം ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. കൂടാതെ ബോർഡർ മാർക്കറ്റ്സിൽ മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 50 പൈസയുടെ നഷ്ടമാണ് സിംഗിൾ ഡേയിൽ നേരിടേണ്ടതായിട്ട് വരികയും ഉണ്ടായത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും. തൽഫലമായി ഒരു US ഡോളറിനെതിരെ 91.47 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. നോർവേയുടെ വെൽത്ത് ഫണ്ട് അതിന്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് അദാനി ഗ്രീൻ എനർജിയെ ഒഴിവാക്കിയതോടെ ഇന്ന് സ്റ്റോക്കിൽ 6% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. പിന്നീട് 2% സ്റ്റോക്കിന് റിക്കവറി നടത്തുവാനും സാധിച്ചു. അതേസമയം ഇന്ന് യുദ്ധക്കെടുതിയിൽ ഇൻഡിഗോ, ഇക്സിഗോ, RVNL മാത്രമല്ല മറ്റുള്ള എയർലൈൻ, റെയിൽ, ടൂറിസം സ്റ്റോക്കുകളിൽ 8% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. യുദ്ധം മൂലം ഹോർമുസ് കടലിടുക്കിൽ ഉടലെടുക്കാവുന്ന തടസ്സങ്ങളുടെ മുകളിലുള്ള ആശങ്കകൾ മൂലം അദാനി പോർട്സ്, ഏജീസ്, വൊപാക് കൂടാതെ ഷിപ്പിംഗ് സ്റ്റോക്കുകളിൽ ഇന്ന് 6% ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ CEOനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയതിനെ തുടർന്ന് ഇന്ന് ആദ്യഘട്ടത്തിൽ ഓപ്പണിംഗിൽ തന്നെ 15% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തിയ സ്റ്റോക്കിന് പിന്നീട് ഇന്ന് നേരിട്ട നഷ്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും തിരിച്ചു പിടിക്കുവാനുമായി ആകെ 1.5% നഷ്ടത്തോടു കൂടിയ ക്ലോസിംഗ് ബേസിസിൽ സ്റ്റോക്കിൽ ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായുള്ളൂ. BEL, ഫാരാസ് ഡിഫൻസ് തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇന്ന് 12% ഉയർച്ച അനുഭവപ്പെട്ടു US ഇറാൻ ടെൻഷൻസിനെ തുടർന്ന്. തൽഫലമായി നിഫ്റ്റി ഡിഫൻസിനും ഇൻട്രാഡേ ബേസിസിൽ 2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനായില്ല. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വലിയൊരു തകർച്ചയിൽ നിന്നും ഈ പരിധി വരെ കരകയറുവാൻ സാധിച്ചു. എന്നാൽ അതേസമയം പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 10% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ട്രേഡേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ പുലർത്തേണ്ട അതീവ ജാഗ്രതയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും. മാർക്കറ്റാണ്, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാർക്കറ്റിനെ അഗ്രസീവായിട്ട് സമീപിക്കാതിരിക്കുന്നതായിരിക്കാം അഭികാമ്യം. മാത്രമല്ല യുദ്ധവും മാർക്കറ്റും ഒന്ന് സ്റ്റെബിലൈസ് ആകുന്നോടം വരെ മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്നതും നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുവാനും സഹായിക്കും. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതൽ ട്രേഡേഴ്സിനും പണം നഷ്ടപ്പെടാൻ
മാറാനുള്ള സാധ്യതകളാണ് ഏറെ നിലനിൽക്കുന്നത്. അതേസമയം ചുരുക്കം ചിലർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പണം അതിശക്തമായിട്ട് ഉണ്ടാക്കുവാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത അതിശക്തമായ യുദ്ധം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം ഇന്ന് നഷ്ടത്തിലേക്ക് തള്ളിവിടുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തിലേക്ക് തിരിഞ്ഞതിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവായിട്ട് മാറിയതാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു നഷ്ടത്തിലേക്ക് തള്ളിവിടാൻ ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് വേണ്ട ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലായതിനാൽ തന്നെ മാത്രമല്ല ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ യുദ്ധത്തിന്റെ ആഘാതം വൻതോതിൽ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊപ്പം തന്നെ ഹോർമോസ് കടലിടുക്കിലും ഉടലെടുത്ത ആശങ്കയെ തുടർന്ന് ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടു. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനാലും കൂടാതെ ഇതിനെ തുടർന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ അതിശക്തമായ ഇടിവും ഏകദേശം മുൻപ് കണ്ട പോലെ തന്നെ 50 പൈസയുടെ ഒരു സിംഗിൾ ഡേയിൽ തന്നെ നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിനെ നിക്ഷേപകരെ ഞെട്ടിച്ചുകൊണ്ട് വെള്ളിയാഴ്ച 7,536.4 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് അതിശക്തമാക്കിക്കൊണ്ട് തുടർച്ചയായി 8ാമത്തെ മാസവും നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടർന്നതും ഇന്ന് ഇന്ത്യൻ വിപണിയെയും സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യ വിക്സില് ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുകയും ഉണ്ടായത്. ഏകദേശം 29% ഉയർച്ചയാണ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടതും. മാത്രമല്ല ക്ലോസിംഗ് ബേസിസിൽ 25.04% ഉയർച്ചയോടുകൂടി 17.13 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് എത്തിച്ചേരുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് നിലവിൽ ഇന്ത്യ വിക്സ് അതിന്റെ 9 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതും. എന്നാൽ അതേസമയം വാല്യൂ ബൈങ്ങിനെ തുടർന്നും നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയെ തുടർന്നും കൂടാതെ ഇന്ന് നടന്ന ഈ ആഴ്ചയിലെ നിഫ്റ്റിയിലെ വീക്ക്ലി എക്സ്പയറിയെ തുടർന്നും ഒരു പരിധി വരെയുള്ള നഷ്ടങ്ങൾ നികത്തുവാനും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് സാധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 1% അഥവാ 544 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.25%, ഫ്രാൻസ് മാർക്കറ്റിനും ജർമ്മൻ മാർക്കറ്റിനും 1.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ കൊറിയൻ മാർക്കറ്റിന് ഇന്ന് അവധിയായിരുന്നു. അതേസമയം ചൈനീസ് മാർക്കറ്റിന് മാത്രമേ ഇന്ന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും 1% മുതൽ 4% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഗണ്യമായ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട് 8%. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $78.61 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $72 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിലും 2% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. തൽഫലമായി 5389.32 എന്ന ലെവലിലായിട്ടാണ് ഗോൾഡും നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ക്ലീൻ മാക്സ് എൻവിഡിയോ ഇന്ന് സ്റ്റോക്ക് SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വീക്കായിട്ടാണ് ലിസ്റ്റിംഗ് നടത്തിയതും തുടർന്ന് നേരിടേണ്ടി വന്ന ഇടിവിനെയും തുടർന്ന് 25% ഇടിവ് ഇന്ന് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇൻട്രാഡേ ബേസിസിൽ KEC ഇന്റർനാഷണൽ കമ്പനിയുടെ നിലവിലുള്ള 1000 കോടി രൂപയുടെ ഓർഡർ ബുക്കിൽ അതിന്റെ 25% ഓർഡറുകളും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. എന്നാൽ UAയിലുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ യുദ്ധം മൂലം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നപ്പോൾ സൗദി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കമ്പനി പുറത്തുവിടുകയുണ്ടായി. ഇൻഫോസിസ് Q3 കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഓഹരി സ്റ്റോക്കിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. 14.3% നിന്നും 14% സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയും ഉണ്ടായത്. പനാസിയ ബയോടെക് 2015-16 അസസ്മെന്റ് വർഷവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് 45.71 കോടി രൂപയുടെ ഡിമാൻഡ് ഓർഡർ നോട്ടീസ് ലഭിക്കുകയുണ്ടായി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 750 കോടി രൂപയുടെ ഡിബെഞ്ചേഴ്സ് വഴിയുള്ള ധനസമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് 2026 മെയ് 31 മുമ്പ് പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ CFO ആയ ശ്രീ KS രവീന്ദ്ര രാജിവെച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.